നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മിമിക്രി വേദിയിൽ നിന്നും മലയാള സിനിമയിലേക്ക് കടന്നു വരികയും പിന്നീട് മുൻനിര നായകന്മാരായി മാറുകയും ചെയ്ത രണ്ട് കലാകാരന്മാരാണ് ജയറാമും ദിലീപും. ജയറാം പത്മരാജൻ സംവിധാനം ചെയ്ത അപരൻ എന്ന ചിത്രത്തിലൂടെ ആദ്യം തന്നെ ചെയ്തത് നായക വേഷമായിരുന്നു. എന്നാൽ കമലിന്റെ സംവിധാന സഹായിയായ സിനിമയിലേക്ക് കടന്നു വന്ന ദിലീപ് തുടക്കത്തിൽ ചെറിയ വേഷങ്ങൾ ചെയ്തതിന് ശേഷമാണ് നായക കഥാപാത്രങ്ങളിലേക്ക് തിരിയുന്നത്. മോഹൻലാലിനെ നായകനാക്കി കമൽ സംവിധാനം ചെയ്ത വിഷ്ണു ലോകം എന്ന ചിത്രത്തിലാണ് ദിലീപ് ആദ്യമായി സംവിധായക സഹായിയുടെ വേഷമണിയുന്നത്. ആദ്യ ചിത്രത്തിന്റെ സെറ്റിലെത്തിയ ദിലീപിന്റെ കുസൃതികളെ കുറിച്ച് വീണ്ടും ഓർക്കുകയാണ് സംവിധായകൻ കമൽ. ദിലീപ് തന്റെ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടറായി ജോയിൻ ചെയ്യുന്നത് വിഷ്ണു ലോകം എന്ന ചിത്രത്തിലൂടെയാണ്. ദിലീപിനെ സിനിമാ ജീവിതം അവിടെ തുടങ്ങുകയാണ്. ദിലീപ് മിമിക്രി കാണിക്കും എന്നറിയാം, അല്ലാതെ അദ്ദേഹത്തിന്റെ മിമിക്രി ഞാൻ അതുവരെ കണ്ടിട്ടൊന്നുമില്ലെന്നും കമൽ പറയുന്നു. ഞാൻ ഒരു സീൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ താഴെ ഒരു ഭാഗത്ത് ഭയങ്കര ചിരിയും കളിയും ബഹളവും ഒക്കെയാണ്. മോഹൻലാൽ, മണിയൻപിള്ള രാജു തുടങ്ങിയ എല്ലാവരുമുണ്ട്. ദിലീപ് അവരുടെ നടുവിലിരുന്ന് മിമിക്രി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നസെന്റിനെ അനുകരിക്കുക, നസീർ സാറിനെ അനുകരിക്കുക തുടങ്ങിയ കലാപരിപാടികളാണ്. എന്ത് മനോഹരമായിട്ടാണ് ദിലീപ് മിമിക്രി കാണിക്കുന്നത്. അങ്ങനെ ഉച്ചഭക്ഷണ സമയത്ത് ഞാൻ ദിലീപിനെ വിളിപ്പിച്ച് വീണ്ടും മിമിക്രി അവതരിപ്പിച്ചു. തുടർന്നുള്ള എല്ലാ ദിവസവും ഉച്ചഭക്ഷണത്തിന് ശേഷം 10 മിനിറ്റ് ദിലീപിന്റെ മിമിക്രി പതിവായി. ദിലീപിന്റെ മിമിക്രിക്ക് ശേഷം മാത്രമേ ഷൂട്ടിംഗ് വീണ്ടും തുടങ്ങുമായിരുന്നുള്ളൂ എന്നും കമൽ പറയുന്നു. എന്റെ സിനിമാ ജീവിതത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ രാത്രി ഷൂട്ടിംഗ് നടന്ന സിനിമയാണ് വിഷ്ണു ലോകം. നേരം വെളുക്കുന്നത് വരെ ഷൂട്ടിംഗ് ഉണ്ടാകാം. ചാർട്ട് ചെയ്ത പ്രകാരമുള്ള ഷൂട്ടിംഗ് ഒക്കെ തെറ്റി. രാത്രി ഷൂട്ട് ചെയ്ത് എല്ലാവരും പ്രാന്തെടുത്ത് നിൽക്കുന്ന സമയത്ത് വീണ്ടും ദിലീപിനെ കൊണ്ട് മിമിക്രി കാണിപ്പിക്കും. ഷൂട്ടിംഗ് സമയത്ത് ചിലർ വന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. ആ സമയത്ത് നിർമ്മാതാക്കളായ സുരേഷ് കുമാറും സനൽകുമാറും ഒക്കെ മുണ്ടും മടക്കി കുത്തി ഇറങ്ങും. അവർ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് ഇത് എപ്പോൾ തീരുമെന്ന്. 40 ദിവസമായിരുന്നു ചാർട്ട് ചെയ്തതെങ്കിലും 45 ദിവസം വരെയെങ്കിലും പോയേക്കാമെന്ന് പറഞ്ഞു. പിന്നീടുള്ള ദിവസങ്ങളിൽ എല്ലാവരും സഹകരിച്ചത് കൊണ്ട് ഷൂട്ടിംഗ് 40 ദിവസം കൊണ്ട് തീർക്കാൻ കഴിഞ്ഞുവെന്നും കമൽ പറയുന്നു. അതേസമയം താരങ്ങൾ തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞിരുന്നു. പ്രണയങ്ങൾ താനും ക്യാമറാമാനും കൂടിയാണ് കണ്ടുപിടിക്കുന്നതെന്ന് കമൽ പറയുന്നു. അവരുടെ പെരുമാറ്റം കണ്ടാൽ നമുക്ക് തോന്നും സിനിമ തുടങ്ങിയാൽ ആർട്ടിസ്റ്റിനെ കാണുന്നത് കഥാപാത്രങ്ങളായാണ്. പ്രത്യേകിച്ചും ഈ സിനിമകളെല്ലാം പ്രണയ കഥകളാണ്. അത് അവരെ സ്വാധീനിക്കുന്നുണ്ടാവും. നമ്മൾ അതറിയുന്നില്ല. നമുക്ക് തോന്നുന്നത് പിന്നീട് സത്യമായി വരികയും ചെയ്തു. ഈ 3 പേരും എന്നോട് പറഞ്ഞില്ല. ജയറാമിനോട് ഞാൻ അങ്ങോട്ട് ചോദിച്ചതാണ്. ദിലീപും മഞ്ജും എന്നോട് പറഞ്ഞിട്ടേയില്ല. ലാൽ ജോസൊക്കെ പറഞ്ഞാണ് ഇങ്ങനെ ഒരു അടുപ്പം അവർ തമ്മിലുണ്ടെന്ന് അറിയുന്നത്. ബിജു മേനോന്റെ പ്രണയം ക്യാമറാമാൻ സുകുമാറാണ് കണ്ടുപിടിക്കുന്നത്. ഞങ്ങൾ ഈ വിവരം അറിഞ്ഞതായി ഭാവിച്ചില്ല. ബിജുവിന് ഇത് മനസ്സിലായി. സംയുക്തയുമായി സംസാരിക്കുമ്പോൾ ഞാനും സുഖവും തെറ്റിദ്ധരിക്കുമോ എന്ന് കരുതി ഒഴിഞ്ഞു മാറുമായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.